കൊച്ചിയിലെ സ്കൂൾ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, ആ വിഷയം, റാഗിംഗ് ഒക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണല്ലോ. ഏതായാലും അത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് അന്വേഷണം ആരംഭിക്കും. ആ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം കളക്ടറേറ്റിൽ ഇന്ന് ചേർന്ന സിറ്റിംഗിൽ കുടുംബാംഗങ്ങളും സ്കൂൾ അധികൃതരും ഹാജരാകാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. അർച്ചന കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ഈ കേസിൽ നടക്കുന്ന പുതിയ സംഭവങ്ങൾ എന്ന്, പോലീസിന്റെ നീക്കങ്ങൾ, ഒപ്പം തന്നെ സർക്കാരിന്റെ മറ്റ് നടപടികൾ എങ്ങനെയാണെന്ന്. അർച്ചന, ഞാൻ ഗുഡ് മോർണിംഗ് നൽകുന്നില്ല, കാരണം ശുഭദിനം പറഞ്ഞു തുടങ്ങേണ്ട ഒരു വാർത്തയല്ല ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഏതായാലും ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ റാഗിംഗ് കേസ് ഇപ്പോൾ ഏറ്റെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അന്വേഷണം ആ വഴിക്ക്, പോലീസിന്റെ അന്വേഷണം മരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വഴിക്കും നടക്കുന്നുണ്ട്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? മനു, കേസുമായി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത് ഏറ്റെടുത്തു എന്ത്. ഇനി വിശദമായ അന്വേഷണത്തിലേക്ക് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് എറണാകുളം കളക്ടറേറ്റിൽ ഹിയറിംഗ് നടക്കുകയാണ്. അതിൽ ഈ രക്ഷിതാക്കളോടും അതുപോലെ സ്കൂൾ അധികൃതരോടും ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്നും വിവരങ്ങളടക്കം ശേഖരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നീക്കം. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ സമഗ്രമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. നേരത്തെ തന്നെ പ്രിൻസിപ്പലിൻ്റെ അടക്കം മൊഴിയെടുത്തുന്നത്, അതായത് ഈ 19-കാരൻ, അതായത് വിദ്യാർത്ഥി മുൻപ് പഠിച്ചിരുന്ന സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിൻ്റെ അടക്കം മൊഴിയെടുത്തിരുന്നു. ഇയാളെ നിലവിൽ അന്വേഷണാടിസ്ഥാനത്തിൽ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ജെംസ് സ്കൂളിലാണ് കുട്ടി പഠിച്ചത്. ജെംസ് അക്കാദമി സ്കൂളിലാണ് കുട്ടി നേരത്തെ പഠിച്ചത്. 3 മാസം മുൻപാണ് ഈ ഗ്ലോബൽ മോഡേൺ സ്കൂളിലേക്ക് വിദ്യാർത്ഥി എത്തിയതും. ഈ സ്കൂളിൽ, അതായത് ജെംസ് സ്കൂളിൽ നിന്നും കുട്ടി മാനസികമായി ഈ പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് രക്ഷിതാവ് മൊഴി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈസ് പ്രിൻസിപ്പളെയും ഒപ്പം അവിടുത്തെ അധ്യാപികയും മൊഴിയടക്കം രേഖപ്പെടുത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഈ വൈസ് പ്രിൻസിപ്പളിൽ നിന്നും കുട്ടിക്ക് ക്രൂര പീഡനങ്ങൾ, മാനസികമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് മാതാപിതാക്കൾ ഈ പരാതിയിൽ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹം കേന്ദ്രീകരിച്ചും അന്വേഷണം നീങ്ങുകയാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായും ഈ രക്ഷിതാക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക, ഒപ്പം ഈ സ്കൂൾ അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നേരത്തെ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണമാണ് നടത്തുന്നത്. ഹിൽ പാലസ് പോലീസ് ഗ്ലോബൽ സ്കൂളിലെത്തി ഈ രക്ഷിതാക്കളുടെ അടക്കം, അതായത് രക്ഷിതാക്കളുടെയും അതുപോലെ ഈ വിദ്യാർത്ഥികളുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പരീക്ഷയെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ, സാങ്കേതിക പ്രശ്നങ്ങൾ ഈ കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിലുണ്ട്. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ ശേഷം വിശദമായി വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. എന്തായാലും ഇപ്പോൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മൊഴിയെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. ഇനി പ്രധാനമായും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. മാത്രമല്ല, മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി എന്തായാലും ഇന്നത്തെ ഹിയറിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ 10 മണിയോടുകൂടി കളക്ടറേറ്റിൽ ഈ രക്ഷിതാക്കളോടും അതുപോലെ സ്കൂൾ അധികൃതരോടും ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സ്കൂൾ അധികൃതർ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്, സ്കൂളിൽ നിന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുട്ടിക്ക് ഉണ്ടായതായി വിവരം ലഭിച്ചിട്ടില്ല എന്നാണ്. രക്ഷിതാവ് കൃത്യമായി പറയുന്നത്, ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാനസിക പീഡനമാണ് കുട്ടിയെ ഇത്തരത്തിൽ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല, കുട്ടി ക്രൂരമായ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടെന്നാണ് അമ്മ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. എന്തായാലും ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ വിദ്യാർത്ഥികളെ അടക്കം മൊഴിയെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും ഇപ്പോൾ രക്ഷിതാക്കളുടെയും അതുപോലെ സ്കൂൾ അധികൃതരുടെയും മൊഴിയെടുപ്പാണ് പൂർത്തിയായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ രക്ഷിതാക്കളെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുപ്പടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്നോണമാണ് ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ രക്ഷിതാക്കളെയും അതുപോലെ അധികൃതരെയും വിളിച്ചിട്ട് ഇപ്പോൾ മൊഴിയെടുക്കുന്നത്. എന്തായാലും ഇന്ന് 10 മണിയോടെയാണ് ഇവരുടെ എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. ശരി അർച്ചന, നമുക്ക് നോക്കാം. ഏതായാലും അത് ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. വളരെ വേഗത്തിൽ അതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം.